ഇന്നലെ സെപ്റ്റംബർ 14 വെള്ളിയാഴ്ച ഡൽഹിയിലെ ജവഹർ ഭവൻ ഓഡിറ്റോറിയത്തിൽ ഒരു ഡോക്യുമെന്ററി പ്രദർശനം നടന്നു. പ്രിസണർ നമ്പർ 626-710 ഈസ് പ്രസന്റ് എന്നാണ് ഡോക്യുമെന്ററിയുടെ പേര്. ഡോക്യുമെന്ററി നിർമ്മാതാവായ ലളിത് വജനയുടേതാണ് പ്രിസണർ നമ്പർ 626-710 ഈസ് പ്രസന്റ്. മനുഷ്യാവകാശ പ്രവർത്തകനും ഗവേഷണ വിദ്യാർത്ഥിയുമായ ഉമർ ഖാലിദിന്റെ തടവറ ജീവിതം 4 ആണ്ട് പിന്നിടുന്ന വേളയിലായിരുന്നു ഡോക്യുമെന്ററി പ്രദർശനം. 2020 ഡൽഹി കലാപത്തിനു പിന്നിൽ ഗൂഢാലോചന ആരോപിച്ചാണ് 2020 സെപ്റ്റംബർ 14 ഉമർ ഖാലിദിനെ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ അറസ്റ്റ് ചെയ്തത്. ഉമർ ഖാലിദും മറ്റു 11 പേരും ഡൽഹി കലാപ കേസിൽ UAPA പ്രകാരം തടവറയിലാണ്. ജാമ്യമാണ് നിയമം, ജയിൽ അപവാദമാണ് എന്ന് ചൂണ്ടിക്കാട്ടി പല കേസുകളിലും സുപ്രീം കോടതി ജാമ്യം നൽകുന്ന സാഹചര്യത്തിലാണ് ഉമർ ഖാലിദിന്റെയും മറ്റും കാര്യത്തിൽ ജാമ്യം നിഷേധിക്കപ്പെട്ടും വിചാരണ വൈകിച്ചും നീതി നിഷേധം തുടരുന്നത്. ഡൽഹി കലാപ കേസിൽ 10 പേരെ വെറുതെ വിട്ടുകൊണ്ട് ഡൽഹി കർക്കാദുമ കോടതി ഉത്തരവിട്ടതും ഇന്നലെയാണ്. എന്നിട്ടും കലാപത്തിൽ ഗൂഢാലോചന ആരോപിച്ച് തടവിലായവർക്ക് ജാമ്യവുമില്ല, വിചാരണയുമില്ല എന്നത് വിരോധാഭാസമാണ്. UAPA കേസുകളിലും ജാമ്യമാണ് നിയമം, ജയിൽ അപവാദമാണ് എന്ന മൗലികാവകാശ തത്വം ഉയർത്തിപ്പിടിച്ച് അടുത്തിടെയും സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചിരുന്നു. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കപ്പെടുന്നതിന് മുമ്പ് ഓഫീസ് ആവശ്യത്തിനായി തന്റെ വീടിന്റെ മുകൾ ഭാഗം വാടകയ്ക്ക് കൊടുത്തതിന്റെ പേരിൽ UAPA ചുമത്തി NIA അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച പറ്റ്ന സ്വദേശിയായ ജലാലുദ്ദീൻ ഖാന് ജാമ്യം അനുവദിച്ചുകൊണ്ടാണ് ജാമ്യമാണ് നിയമം, ജയിൽ അപവാദമാണ് എന്ന് സുപ്രീം കോടതി ആവർത്തിച്ചത്. ഉമർ ഖാലിദും സഹ തടവുകാരും മാത്രമല്ല, ജാമ്യമോ വിചാരണയോ ഇല്ലാതെ നിരവധി നിരപരാധികളാണ് ഇന്ത്യൻ തടവറകളിൽ കഴിയുന്നത്. ഭീമ കൊറേഗാവ് കേസിൽ ഹാനി ബാബുവും റോണോ വിൽസനും ഉൾപ്പെടെയുള്ള മലയാളികളടക്കം നിരവധി പേർ വർഷങ്ങളായി ജയിലിലാണ്. നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ കേരളത്തിൽ നിന്നടക്കമുള്ള നേതാക്കളും UAPA പ്രകാരം ജയിലിൽ അടക്കപ്പെട്ടിട്ട് 2 വർഷമാവുന്നു. 2022 സെപ്റ്റംബർ ഒടുവിൽ ഇവരുടെ അറസ്റ്റിന് ശേഷമാണ് സംഘടന നിരോധിക്കപ്പെടുന്നത്. പിന്നീട് ഇവരിൽ പലർക്കുമെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരവും കേസെടുത്തു. ജാമ്യം അനുവദിക്കപ്പെട്ടാലും ജയിൽ മോചിതരാവരുതെന്ന ഭരണകൂടത്തിന്റെയും അന്വേഷണ ഏജൻസികളുടെയും കടുംപിടുത്തമാണ് നിരപരാധികളുടെ അന്യായവും അനന്തവുമായ ജയിൽവാസത്തിന് കാരണമാവുന്നത്. 6 മാസമായി തിഹാർ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ മോചനം നീണ്ടതും CBI പിന്നീടെടുത്ത കേസിന്റെ പേരിലായിരുന്നു. ജാമ്യം അനുവദിച്ച സുപ്രീം കോടതി ബെഞ്ചിൽ ഒരംഗമായ ജസ്റ്റിസ് ഉജ്വൽ ഭുയാൻ CBIയെ രൂക്ഷമായി വിമർശിക്കുകയുണ്ടായി. ഉമർ ഖാലിദിന്റെ ജയിൽവാസം 4 വർഷം പൂർത്തിയായ വേളയിൽ ധാരാളം പേർ സാമൂഹിക മാധ്യമങ്ങളിൽ വിഷയം സജീവ ചർച്ചയാക്കുന്നുണ്ട്. ഉമർ ഖാലിദിന്റെ ചിത്രവും അനീതിയുടെ 4 വർഷം, ഉമർ ഖാലിദിനെ മോചിപ്പിക്കുക, എല്ലാ പ്രതിഷേധക്കാരെയും വിട്ടയക്കുക എന്നും മറ്റുമുള്ള സന്ദേശങ്ങളും അടങ്ങിയ ഐക്യദാർഢ്യ പ്രകടനങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമാണ്. ഇന്ന് ഉമർ ഖാലിദിന്റെ തടവറവാസത്തിന് 4 വർഷം, ജാമ്യവും വിചാരണയും ഇല്ല. ജനാധിപത്യ രാജ്യമെന്ന് കരുതപ്പെടുന്ന ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം പരിഹാസ്യമാണിത്. ഇത് നമ്മുടെ നീതിന്യായ സംവിധാനത്തിന് നാണക്കേടും വിലക്ഷണ സാക്ഷ്യവുമാണ്. നടി സ്വര ഭാസ്കർ എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ്. നിരവധി പേർ സമാന സന്ദേശങ്ങളും ചിത്രങ്ങളും പങ്കുവച്ചു. ഈ 4 വർഷം നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്കും ഭരണഘടനയ്ക്കും മേൽ പതിഞ്ഞ കളങ്കമാണ് എന്നാണ് യോഗേന്ദ്ര യാദവ് എക്സിൽ കുറിച്ചത്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ഭരണകൂട നയങ്ങളെ വിമർശിക്കുന്നവരെയും പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളിലെ നേതാക്കളെയും ഇൻകം ടാക്സ്, ED, NIA, CBI തുടങ്ങിയ വിവിധ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുന്നതും അവരെ അന്യായ തടവ് ജീവിതത്തിന് ഇരയാക്കുന്നതും വർദ്ധിച്ചു വരികയാണ്.